നീറ്റ് UG പരീക്ഷയിൽ നേരിയ വീഴ്ച പോലും അംഗീകരിക്കില്ലെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണം. വീഴ്ചയുണ്ടെങ്കിൽ അക്കാര്യം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അംഗീകരിക്കണമെന്നും അവധിക്കാല ബെഞ്ച് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച, ക്രമക്കേട്, CBI അന്വേഷണം തുടങ്ങിയ ആവശ്യങ്ങളിന്മേൽ നൽകിയ ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതി ജൂലൈ 8 പരിഗണിക്കും. കേന്ദ്ര സർക്കാരിനും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരായ സുപ്രീം കോടതിയുടെ വിമർശനങ്ങളും പരാമർശങ്ങളും ഇങ്ങനെ. കുട്ടികൾ പഠിച്ച് തയ്യാറായാണ് നീറ്റ് UG പരീക്ഷ എഴുതുന്നത്. അവരുടെ അധ്വാനത്തെ തള്ളിക്കളയാനാവില്ല. അത്തരം കുട്ടികളുടെ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ജാഗ്രതയുണ്ട്. ക്രമക്കേട് വഴി ഡോക്ടറാകുന്നവർ സമൂഹത്തിനും ഭീഷണിയാണെന്നും അവധിക്കാല ബെഞ്ചിന്റെ നിരീക്ഷണം. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണം. വീഴ്ചയുണ്ടെങ്കിൽ അക്കാര്യം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അംഗീകരിക്കണം. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്കാണ് പരീക്ഷയുടെ ഉത്തരവാദിത്തം. NDAക്ക് മുന്നിലുള്ളവരുടെ കഴിവ് മനസ്സിലാക്കാൻ കഴിയണം. അവധിക്കാലമായതിനാലാണ് സുപ്രീം കോടതി അതിവേഗം പ്രതികരിക്കാത്തത് എന്നുമായിരുന്നു ജസ്റ്റിസ് SVN ഭട്ടിയുടെ വിമർശനം. സമയബന്ധിതമായ നടപടികളാണ് ആവശ്യം. എന്ത് നടപടിയെടുത്തുവെന്ന കാര്യം ജൂലൈ 8 കേന്ദ്ര സർക്കാർ വിശദീകരിക്കണം. നീറ്റ് UG പരീക്ഷയിൽ പൊതുസമൂഹത്തിനുള്ള വിശ്വാസം തിരിച്ചുപിടിക്കണം എന്നുമാണ് കേന്ദ്ര സർക്കാരിനും NDAക്കും സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് നൽകിയ നിർദ്ദേശം. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, SVN ഭട്ടി എന്നിവർ ഉൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റേതാണ് നടപടി. ചോദ്യപേപ്പർ ചോർച്ച, ക്രമക്കേടുകൾ, ഗ്രേസ് മാർക്ക് ദാനം, CBI അന്വേഷണം തുടങ്ങിയ വിഷയങ്ങളിലാണ് നിരവധി ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജികൾ ജൂലൈ 8 സുപ്രീം കോടതി ഒരുമിച്ച് പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.